പോസ്റ്റ്മോർട്ടത്തിനായി പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരുടെയും ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ പരിക്കേറ്റവർ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നത് നമുക്ക് വീണ്ടും ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആദ്യം 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇപ്പോൾ 2 പേർ കൂടെ ഈ സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട് 2 പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ 9 പേർ. ഷാരിഖ് നവാസ് തുടരുക. പ്രേക്ഷകർക്ക് ഇപ്പോൾ 24-ന്റെ സ്ക്രീനിൽ കാണാം ആ സംഘം, അധ്യാപികമാർ അടങ്ങിയ ആ സംഘം. അവിടുത്തെ ആ സ്കൂളിലെ ഒരു ജീവനക്കാരിയും ഒപ്പമുണ്ട് എന്നാണ് അല്പം മുമ്പ് മഞ്ഞളാംകുഴി അലി പ്രതികരിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവർ ആ വിനോദയാത്രയ്ക്കിടെ പകർത്തിയ ചിത്രമാണിത്. ഈ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. അതിനു മുമ്പുള്ള സന്തോഷത്തിൻ്റെ ആ നിമിഷങ്ങളിൽ അവർ പകർത്തിയ ചിത്രമാണിത്. ഷാരിഖ് നവാസിന് തുടരാം. ദിലീപ് കുമാർ, അത്തരത്തിൽ വലിയ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം മരണസംഖ്യ ഉയരുന്ന ആശ്വാസകരമായ വാർത്തയല്ല, അത്തരത്തിൽ ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകുന്നത്. കാരണം ഒരു വിനോദസഞ്ചാരത്തിനായി പോയ ആളുകൾ ഇത്തരത്തിൽ 9 പേർ മരിച്ചു എന്ന് പറയുന്നത് വലിയൊരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. ഇന്ന് വൈകിട്ട് 5:30 വാൽപ്പാറയിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ട്രാവലർ നിയന്ത്രണം വിട്ട് കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്നാണ് വലിയ അപകടം ഉണ്ടായത്. ഇതിലെ 13-ാം വളവിൽ നിന്ന് 9-ാം വളവിലേക്ക് ഇവർ വീണു. അതായത് ഈ വാഹനത്തിലുണ്ടായിരുന്നവർ തെറിച്ചു വീണു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു നേരത്തെ തന്നെ. അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇടിയുടെ ആഘാതം അത്രയും വലിയ തോതിലാണ് എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് ഇപ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന 9 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ 2 ആൺകുട്ടികളുണ്ട് എന്ന് പറയുന്നു. 17 വയസ്സായ 2 ആൺകുട്ടികളാണ് എന്നാണ് പറയുന്നത്. ഇത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രാഥമികമായ വിവരങ്ങളാണ്. ഇത്തരത്തിൽ 2 ആൺകുട്ടികൾ, 17 വയസ്സുള്ള 2 ആൺകുട്ടികൾ, അതുപോലെ തന്നെ 3 സ്ത്രീകൾ ഇവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. മരിച്ചവരിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 7 പേരും സ്ത്രീകളായിരുന്നു മരിച്ചതിൽ. ഇപ്പോൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ, അത് ഇവരുടെ പേര് വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വലിയ ആഹ്ലാദത്തിൽ, വലിയ സന്തോഷത്തിൽ, മാനസികോല്ലാസത്തിനും ഒക്കെയായി പോയ ഒരു 13-അംഗ സംഘമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് അതിൽ 9 പേർ മരിക്കാനിടയായ സാഹചര്യമുണ്ടായി. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ വലിയ ഗുരുതരമായ പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.